ഹേ ഗായ്സ്, അങ്ങനെ യു കെയിൽ ആദ്യമായിട്ട് വന്നിട്ട് ഒരു സ്ഥലത്തോട്ട് ഞാൻ ആദ്യമായിട്ട് പോവുകയാണ് ഗായ്സ്. വേറെ എങ്ങുമല്ല ഗൈസ്, ലണ്ടൻ ബ്രിഡ്ജ്. അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജിൽ പോകണമെന്ന് എൻ്റെ ഭയങ്കര വിഷായിരുന്നു ഗൈസ്. അത് സഫലമായപ്പോൾ അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, ഭയങ്കര ഹാപ്പി മൂഡിലാണ്. അതാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിലെത്തി. ഇതാണ് ആ സ്റ്റേഷൻ കേട്ടോ. ഇവിടുന്ന് വലിയ നീണ്ട ഒരു എസ്കലേറ്റർ കടന്ന് വേണം വെളിയിൽ ഇറങ്ങാനായിട്ട്. അങ്ങനെയിപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരുടെ എസ്കലേറ്റർ കയറിയിട്ടുണ്ട് വെളിയിൽ. അങ്ങനെ ഫൈനലി എത്തിച്ചേർന്ന് കേട്ടോ. ഭയങ്കര റഷായിരുന്നു അകത്തെ. അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ്റെ കുറച്ച് ഹിസ്റ്ററീസൊക്കെ വായിക്കാനിടയായി. അതിനോട് നിന്ന് വലിയൊരു ബിൽഡിംഗ് ഒക്കെ കണ്ടു. പക്ഷേ അതിൻ്റെ എക്സാക്ട് നെയിം എന്താണെന്ന് എനിക്ക് അറിയില്ല. അറിയുന്നൊരു കമൻറ്റ് ബിലോ കേട്ടോ. അതിനത് കണ്ട് ഇഷ്ടപ്പെട്ട് കുറേ പിക്സൊക്കെ എടുത്തു. ഫൈനലി ഞാനൊരു വലിയ ഹൈവേ അല്ല, ആക്ച്വലി വലിയ റോഡിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറേ നടന്നിട്ടാണ് അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് വ്യൂ ഒക്കെ കണ്ടു, കുറേ ഇഷ്ടപ്പെട്ട് പിക്സൊക്കെ എടുത്തു. അങ്ങനെ ഫൈനലി നടന്നു പോവാണ്. അവിടെ കുറേ അതിൻ്റെ കുറേ ഹിസ്റ്ററീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ കുറേ കാര്യങ്ങളും അവിടുത്തെ എന്താണ് സംഭവങ്ങളും എങ്ങനെ അവിടെ പേര് വന്നതെന്നൊക്കെ ഉള്ളതെല്ലാം ആ വിശദീകരണം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളതെല്ലാം വായിച്ചു. ആക്ച്വലി ലണ്ടൻ ബ്രിഡ്ജ് എന്നുള്ള പേര് വരാൻ തന്നെ കാരണം റൈംസ് കാരണമാണ്. ലണ്ടൻ ബ്രിഡ്ജ് ഫോളിങ് ഡൗൺ എന്ന് പറയുന്ന റൈംസ് ഉണ്ട്. റൈംസ് കാരണമാണ് ലണ്ടൻ ബ്രിഡ്ജിന് പേര് തന്നെ വരാൻ കാരണം. അതുകൊണ്ടാണ് എല്ലാം ഫേമസ് ആയത് തന്നെ. പിന്നെ ലണ്ടൻ ബ്രിഡ്ജിന് ടവർ ബ്രിഡ്ജ് എന്നും അറിയപ്പെടും കേട്ടോ. പിന്നെ ഡേ ടൈമിൽ നമുക്ക് ഡോൾഫിൻസിനെ കാണാൻ പറ്റുമെന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു. ഫൈനലി നമ്മൾ എത്തിച്ചേർന്ന് കേട്ടോ. ഇതാണ് അതിൻ്റെ മെയിൻ വ്യൂ. ഇതിൻ്റെ മേളിൽ ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട് കേട്ടോ. അവിടെ കയറുന്ന 40 പൗണ്ട് കൊടുക്കണം കേട്ടോ. അതിൽ ഞങ്ങൾ കയറിയില്ല നെക്സ്റ്റ് ടൈം. അങ്ങനെ അതെല്ലാം കണ്ടു, ഇഷ്ടപ്പെട്ട് തിരികെ പോവാൻ. ബൈ.